മൂർത്തികളെ ഓരോരുത്തരെയായി നാം പഠിച്ച് മനസ്സിലാക്കി പോകുമ്പോൾ അവരിൽ ഒരേ ഒരു അവതാരമൂർത്തിക്ക് മാത്രമാണ് ശരീരധാരണ കാലത്തോടു കൂടി നമ്മുടെ ഇടയിൽ ഭക്ഷണം കഴിച്ചും വസ്ത്രം ധരിച്ചും ഉണ്ടും ഉറങ്ങിയും മനുഷ്യന്റെ ആ ഒരു സോക്കോൾഡ് ഭാവങ്ങളിൽ ഇവിടെ ശരീരധാരണ കാലത്ത് തന്നെ ആളുകൾ ക്ഷേത്രമുണ്ടാക്കി ആരാധിക്കുവാൻ തുടങ്ങിയത് ആരാധനാമൂർത്തി ആയ ഗുരു. അപ്പൊ ഇവർ ചോദിക്കും, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, മഹാഗുരുവിന്റെ മുൻപിൽ ഇങ്ങനെ വിളക്ക് വെച്ച് പൂജിക്കുവാൻ, ഗുരുവിന്റെ വിഗ്രഹത്തിന് മുൻപിൽ ദാ ഇതുപോലെ കൊടിമരം നാട്ടി പ്രാമാണികമായി വിധി പ്രകാരം കൊടിയിറക്കി ഉത്സവം നടത്തുവാൻ ഗുരു പറഞ്ഞിട്ടുള്ള കാണിച്ചു കൊടുക്കണം. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം. മഹാഗുരുവിനെ പൂജിക്കുന്നത്, മഹാഗുരുവിന്റെ ചിത്രത്തിന് മുൻപിൽ നിലവിളക്ക് കൊളുത്തി പ്രാമാണികമായി അവർ അവിടെ നിവേദ്യം വെച്ചുകൊണ്ട് പൂജിക്കുന്നത് ഗുരു നേരിട്ട് കണ്ടതിന്റെ ചരിത്രമാണ് പറഞ്ഞത്. നിങ്ങൾ കോലത്തുകരെ അന്വേഷിച്ചാൽ മതി. ഒന്നാകെ പ്രണമിക്കുന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ 3221 നമ്പർ 4 കോടി ശാഖായോഗത്തിൻ്റെ സമാധാനനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മനോജേട്ടൻ, ശാഖായോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ഏറെ ബഹുമാനായ സെക്രട്ടറി, യൂണിയൻ കമ്മിറ്റി അംഗം, ശാഖായോഗത്തിൻ്റെ മറ്റു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള യൂത്തിൻ്റെ പല വേദിയിലും വെച്ച് കണ്ട് പരിചയമുള്ള യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സമാധാനരായ ഭാരവാഹികളെ, വനിതാ സംഘത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, മൈക്രോ ഫിനാൻസ് യൂണിറ്റുകളുടെയും കുടുംബയോഗങ്ങളുടെയും കുമാരി സംഘത്തിൻ്റെയും എല്ലാ ഭാരവാഹികളെ, SNDP യോഗം ഡൽഹി യൂണിയൻ്റെ ഒരു പ്രഭാഷണ പരമ്പരയുമായി ബന്ധപ്പെട്ട് ഡൽഹി വികാസ് പുരി ശാഖായോഗത്തിലെത്തിയപ്പോൾ അന്നത്തെ ആ ശാഖായോഗത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട സജീവേട്ടൻ, നിങ്ങളുടെ ശാഖാ അംഗമാണ്, അദ്ദേഹത്തെ ഇവിടെ വെച്ച് കണ്ടു. ബഹുമാനപ്പെട്ട വികാസ്പുരി ശാഖയുടെ മുൻ സെക്രട്ടറി സജീവേട്ടൻ, ഈ ശാഖായോഗത്തിൻ്റെ മഹാഗുരുവിൻ്റെ ക്ഷേത്ര തന്ത്രസ്ഥാനം അലങ്കരിക്കുന്ന ഏറെ ആരാധ്യനായ ബഹുമാനപ്പെട്ട പെരുന്ന സുരേഷ് തന്ത്രി അവർകളെ, ഈ ശാഖായോഗത്തിൻ്റെ സമാധാനരായ ഗുരുദേവ ഭക്തരെ, വിശ്വാസികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന നിർഭരമായ പ്രണാമം. നമ്മുടെ വേദി വളരെ രസകരവും വ്യത്യസ്തവുമാണല്ലോ. നമ്മൾ സ്റ്റേജിൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന കുറച്ച് ആളുകളെ അങ്ങനെ കാണുന്ന ഒരു നിരന്തരമായി ഇങ്ങനെ വേദികളിൽ പോകുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഇത്തിരി വ്യത്യസ്തമായ, എനിക്കതൊരു കൗതുകരമായിട്ട് തോന്നി. രസകരവുമാണ്. നല്ല ഒരു ആംബിയൻസ്. നമ്മുടെ ഒരു സ്ഥലത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു ചൈതന്യ പ്രസരണമുള്ള ക്ഷേത്രം, നല്ല ആളുകൾ, എല്ലാം കൊണ്ട് തന്നെ നമുക്ക് ചില സ്ഥലത്ത് വരുമ്പോൾ ഒരു സന്തോഷം തോന്നുമല്ലോ. തീർച്ചയായും അങ്ങനെ തോന്നിയ ഇത് വെറുതെ ഒരു M.A. സിദ്ദിഖ് സാറിൻ്റെ വേദി പറഞ്ഞ പോലെ ഈ വേദിയിൽ വന്നപ്പോൾ എനിക്കൊരു മഹാഭാഗ്യം എന്നൊക്കെ നമ്മൾ ചുമ്മാ വെറുതെ ഒരു ഇല്ലാത്ത കള്ളം പറയുന്ന പോലെയല്ല, ചില സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷമാണത്. സ്വാഭാവികമായും മഹാഗുരുവിൻ്റെ ആ ഒരു വലിയ ദർശന സൗകുമാര്യതയിലേക്ക് ഈ സമൂഹം പതിയെ അടുക്കുകയാണ്. നമ്മൾ നോക്കൂ, ഏതാണ്ട് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഗുരുക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നോ? നമുക്ക് ആലോചിച്ച് നോക്കാം. ഇത്രയും ഗുരുക്ഷേത്രങ്ങളിൽ ഉത്സവം ഉണ്ടായിരുന്നോ? നമുക്ക് ആലോചിച്ച് നോക്കാം. നോക്കൂ, എത്രയോ ഗുരുദേവ ക്ഷേത്രങ്ങൾ ആവിർഭവിച്ചു വരുന്നു. മഹാഗുരുവിൻ്റെ വിഗ്രഹത്തിന് മുൻപിൽ നോക്കൂ, ഇതുപോലെ പ്രാമാണികമായി ക്ഷേത്രവിധാനത്തിൽ ധ്വജത്തോടുകൂടി, ധ്വജ പ്രതിഷ്ഠയോടുകൂടി, ധ്വജാരോഹണത്തോടുകൂടി, ധ്വജ അവരോഹണത്തോടുകൂടി, കൊടിയിറങ്ങി, നമ്മൾ സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞാൽ ഉത്സവം നടക്കുന്ന വലിയ രീതിയിലേക്ക് മഹാഗുരു ഒരു വലിയ ഉപാസന സാമ്പ്രദായിക സംസ്കൃതിയിലേക്ക് ഗുരു മാറുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ശാഖയുടെ ഭരണസമിതി എന്നോട് ആരാധനാമൂർത്തിയായ ഗുരു എന്നൊരു വിഷയവും വെച്ചത്. കാരണം മഹാഗുരുവിൻ്റെ ആ ഒരു ഉപാസന സംസ്കാരം, ഞാൻ ഈ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പൊന്നുമല്ല, വെറും 25 വർഷങ്ങൾ നിങ്ങൾ പുറകോട്ട് പോയാൽ, വെറും 25 വർഷം ഗുരുക്ഷേത്രങ്ങൾ എന്ന വാക്ക് തന്നെ അത്രയും നമുക്ക് പരിചിതമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ഗുരുക്ഷേത്രങ്ങൾ, ഗുരുമന്ദിരം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിർത്തിയെടുത്ത് നിന്നും ഗുരു ഒരു വലിയ ആരാധനാമൂർത്തിയായി ഉയർത്തപ്പെടുകയാണ്. ഗുരു ആരാധനാമൂർത്തി തന്നെയാണ്. ഈ സമൂഹം അതിലേക്ക്, അല്ലെങ്കിൽ ഈ രാജ്യം, ഞാൻ സമൂഹം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗത്തിനെയല്ല, ഈ ജനതതി പതിയെ അതിപ്പോൾ ശ്രീനാരായണീയർ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ആലങ്കാരികമായിട്ട് പറയാവുന്ന ഒരു ജനതതി മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലാ പൗരന്മാരും പരസ്പരം വഴി പറയുമ്പോൾ അവിടെ ഒരു ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രമുണ്ട്, അവിടെ നിന്നുമാണ് ലെഫ്റ്റ് തിരിയേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന തരത്തിലോട്ട് ഗുരുക്ഷേത്രം എന്ന വാക്ക് പതിയെ സമൂഹം അക്സെപ്റ്റ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമേ ഉള്ളൂ. പണ്ട്
നോട്ടീസിൽ നോക്കൂ, ഗുരുക്ഷേത്രം എന്ന് പ്രിന്റ് ചെയ്യാൻ പോലും മടിയുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. 25-26 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട് കോട്ടയത്ത് തിരുവാതുക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവാതുക്കൽ ഒരു ഗുരുദേവ ക്ഷേത്രമുണ്ട്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ഗുരുക്ഷേത്രം, അതിൻ്റെ പേര് ഗുരുമന്ദിരം തന്നെയാണ്, ഉണ്ടായിരുന്നു. ആദ്യമായി അതിൻ്റെ ഒരു യൂത്തിൻ്റെ പ്രവർത്തകനായി, എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ 10ലോ എന്തോ പഠിക്കുന്ന സമയം, അന്നൊരു നോട്ടീസ് പ്രിന്റ് ചെയ്തപ്പോൾ ഗുരുദേവ ക്ഷേത്രം എന്ന് നമ്മൾ പ്രിന്റ് ചെയ്തു. അതിൻ്റെ പേരിൽ ആ കമ്മിറ്റി നമ്മളെ വിളിച്ചു വരുത്തി, ക്ഷേത്രം എന്ന് വെക്കാമോ, ഇത് ക്ഷേത്രമാണോ, ഇത് ഗുരുമന്ദിരമല്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെയൊക്കെ ശാസിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അന്നൊരു ആൻസർ പറയാൻ പോലും നമുക്കറിയില്ല. സത്യത്തിൽ ഒരു പ്രഭാഷകനൊക്കെ മാറാനുള്ള കാരണം ആ ചോദ്യങ്ങളൊക്കെയാണ്. തേടി പിടിച്ച ആളുകളോട് സത്യത്തിൽ ഗുരുക്ഷേത്രം എന്ന് വെക്കാമോ, എന്നിട്ട് അന്ന് ഞാൻ ഇന്ന് ഓർക്കുന്നത്, അദ്ദേഹം മരിച്ചുപോയി, അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മുതലാളിയായിരുന്നു അതിൻ്റെ രക്ഷാധികാരി, മഹാഗുരുവിൻ്റെ, അദ്ദേഹം ഗുരുഭക്തനാണ്, പക്ഷെ ക്ഷേത്രം എന്ന വാക്ക് അംഗീകരിക്കുകയില്ല. ഗുരുവിനെ ബഹുമാനമാണ്, റെസ്പെക്റ്റ് ആണ്, പക്ഷെ ഒരു ആരാധനാ സ്വഭാവമായിരുന്നില്ല ഉണ്ടായിരുന്നത്. സ്വാമി ഈ തരത്തിൽ നിലവിളക്ക് കൊളുത്തി പൂജിക്കേണ്ട ആളാണോ എന്നൊരു ചോദ്യം പോലും കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആൻസർ ഇല്ല. പിന്നീട് അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയിലും ഒരു വായനയിലുമാണ് സത്യത്തിൽ ആരാധനാമൂർത്തിയാണോ ആയിരുന്നല്ലോ ഗുരു, ഈ ജനത ഇത് മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന് കണ്ടത്. 25 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഗുരുക്ഷേത്രങ്ങൾ എന്ന വാക്ക് ആ തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ അംഗീകരിച്ചിരിക്കുന്നു. ഗുരുമന്ദിരം എന്ന വാക്ക് പതിയെ 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 വിസ്മൃതിയിൽ ആണ്ടുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം അതങ്ങനെ തന്നെയാണ്. കാരണം ലോകത്തിൽ എത്രയോ അവതാരമൂർത്തികൾ വന്ന് കടന്നു പോയിരിക്കുന്നു. ലോകത്തിന്റെ ചരിത്രത്തെ തിരുത്തി എഴുതിയ എത്രയോ അവതാരമൂർത്തി, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, നിങ്ങളുടെ മനസ്സിലേക്ക് കുറെ പേരുകൾ വരുന്നുണ്ടാവും. ഇവരെല്ലാവരും തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ വലിയ ആരാധനാമൂർത്തികളായി ഉയർത്തപ്പെട്ടവരാണ്. ഇന്ന് നിങ്ങൾ ലോകത്താനം ആകമാനം കാണുന്ന വലിയ ക്ഷേത്രങ്ങൾ, അതിപ്പോൾ ഗുരുവായൂർ പോലും നിങ്ങൾക്ക് ബേസിക്കലി എടുക്കാം. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെട്ടെന്നൊന്നും ഉണ്ടായതല്ല, കുറേ സമയമെടുത്തു ആ രീതിയിലേക്ക് വരുവാൻ. ഞാൻ ഓരോരുത്തരെയായി അതിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കാരണം നിരവധി ഇപ്പോൾ ഗുരുപദൻ ടി വി ഉള്ള യൂട്യൂബ് ചാനലുകളിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പേരിൽ വലിയ സൈബർ ആക്രമണം നേരിടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു ഉത്സവ വേദിയിൽ നമ്മൾ അങ്ങനെ പരാമർശിക്കേണ്ടതില്ല. പക്ഷെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ അവതാരമൂർത്തികളെ ഓരോരുത്തരെയായി നാം പഠിച്ച് മനസ്സിലാക്കി പോകുമ്പോൾ അവരിൽ ഒരേ ഒരു അവതാരമൂർത്തിക്ക് മാത്രമാണ് ശരീരധാരണ കാലത്തോടു കൂടി നമ്മുടെ ഇടയിൽ ഭക്ഷണം കഴിച്ചും വസ്ത്രം ധരിച്ചും ഉണ്ടും ഉറങ്ങിയും മനുഷ്യന്റെ ആ ഒരു സോക്കോൾഡ് ഭാവങ്ങളിൽ ഇവിടെ ശരീരധാരണ കാലത്ത് തന്നെ ആളുകൾ ക്ഷേത്രമുണ്ടാക്കി ആരാധിക്കുവാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഗുരു ആരാധനാമൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെ നോക്കൂ, മഹാഗുരുവിന്റെ മഹാസമാധിക്ക് ഏതാണ്ട് 11 കൊല്ലങ്ങൾക്ക് മുമ്പ്, 12 കൊല്ലങ്ങൾക്ക് മുമ്പ് 1916 സെപ്റ്റംബർ മാസം 16-ാം തീയതി ലോകത്തിൽ ആദ്യമായി ശ്രീനാരായണ പരമഹംസ ഭഗവാന്റെ ഒരു ചിത്രം ക്ഷേത്രവിധാനത്തിൽ പ്രാമാണികമായി കണക്കുകൾ അനുസരിച്ച് മഹാകവി കുമാരനാശാൻ കുളത്തൂർ കോലത്തുകരിൽ പ്രതിഷ്ഠിക്കുന്നതോടുകൂടി ഗുരുവിന്റെ ആരാധനാമൂർത്തി എന്ന സാമ്പ്രദായികമായ ചരിത്രം ആരംഭിക്കുന്നു. ഇതൊന്നും പ്രചരിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഗുരുവിനെ പൂജിക്കാമോ. അതിപ്പോൾ ശക്തി കുറഞ്ഞെങ്കിലും നമുക്ക് ഈ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശ്ശൂരിന്റെ പകുതി വരെ തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ അത് കുറവുള്ളൂ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. വടക്കൻ കേരളത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗുരുക്ഷേത്രം എന്ന വാക്ക് ഇന്നും അക്സെപ്റ്റഡ് ആയിട്ടില്ല. ഗുരുവിന്റെ മുൻപിൽ ഇപ്പോഴും വിളക്ക് കൊളുത്താമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. കല്യാണത്തിന് മഹാഗുരുവിന്റെ ചിത്രം വെച്ചുകൊണ്ടല്ല കല്യാണങ്ങൾ നടക്കുന്നത്. വയനാട്ടിലും നമ്മൾ നോക്കൂ, കാസർഗോഡും കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിലും, ഇപ്പോൾ തലശ്ശേരി അല്ലെങ്കിൽ കണ്ണൂർ ടൗൺ ചുറ്റുമുള്ള സ്ഥലത്തൊക്കെ ശ്രീനാരായണ മഠങ്ങളുണ്ട്. വലിയ രീതിയിൽ ഗുരുവിൻ്റെ ധർമ്മപ്രചരണം ഉണ്ടെങ്കിലും SNDP യോഗത്തിൻ്റെ സംഘടനാ സംവിധാനം അത്രയ്ക്കും സ്ട്രോങ് അല്ല. അവിടങ്ങളിലൊന്നും ആ രീതിയിലല്ല. അപ്പോൾ ഇനിയും നമ്മൾ പറയേണ്ടതുണ്ട്. നോക്കൂ, ലോകത്തിൽ എത്രയോ അവതാരമൂർത്തികൾ വന്ന് കടന്നു പോയിട്ടും മഹാഗുരുവാണ് ആദ്യമായി ക്ഷേത്രവിധാനത്തിൽ ആരാധനയ്ക്ക് പാത്രമായിട്ടുള്ളത്. ഇത് നിങ്ങൾ അസന്നിഗ്ധമായി ആര് ചോദിച്ചാലും പറഞ്ഞോണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോടൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. നാളെ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ പോകുമ്പോൾ ഒരാൾ ചോദിക്കും, അവിടെ 4 കോടിയിൽ വലിയ ട്രാഫിക് ബ്ലോക്കൊക്കെ കണ്ടല്ലോ, വണ്ടി അടയ്ക്കുന്ന ബ്ലോക്ക് ആയല്ലോ, അപ്പോൾ എന്താണ് സംഭവം? അത് ഗുരുക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. ഗുരുക്ഷേത്രം അങ്ങനെ പറയാമോ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? ആധികാരികമായി എന്ത് ഉത്തരം പറയും? നമ്മുടെ വിശ്വതാണല്ലോ, ആരാധനാമൂർത്തി ആയ ഗുരു.
അപ്പൊ ഇവർ ചോദിക്കും, ചിലപ്പോൾ ഇങ്ങനെയോട് ചോദിക്കും, മഹാഗുരുവിന്റെ മുൻപിൽ ഇങ്ങനെ വിളക്ക് വെച്ച് പൂജിക്കുവാൻ, ഗുരുവിന്റെ വിഗ്രഹത്തിന് മുൻപിൽ ദാ ഇതുപോലെ കൊടിമരം നാട്ടി പ്രാമാണികമായി വിധിപ്രകാരം കൊടി ഉയർത്തി കൊടിയിറക്കി ഉത്സവം നടത്തുവാൻ ഗുരു പറഞ്ഞിട്ടുണ്ടോ? സാമതൃപാദങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കൂടെ ശരീരധാരണത്തോടു കൂടി ഇതൊക്കെ സമ്മതിക്കുമായിരുന്നോ എന്ന് ചോദിച്ചാൽ എന്തുത്തരം നിങ്ങൾ പറയും? അവിടെയാണ് ഗുരുവിന്റെ ആരാധനാമൂർത്തി എന്ന വിഷയത്തിന്റെ വലിയ പ്രസക്തി വരുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും പറയണം, ലോകത്തിൽ മഹാഗുരുവിന്റെ മഹാസമാധിക്ക് 12 കൊല്ലം മുമ്പ് ആദ്യമായി ഒരു അവതാരമൂർത്തിക്ക്, അല്ലെങ്കിൽ ഈ ഗുരു അവതാരമൂർത്തിയാണെന്ന് ചോദിച്ചാ സ്വാമി സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കുറെ പേര് പറഞ്ഞതല്ല, SNDP-ക്കാര് ചുമ്മാ നോട്ടീസ് പ്രിന്റ് ചെയ്യുന്നതല്ല, ഗുരുവിനെ അവതാരമെന്ന് അവതീർണനാവുക, താഴേക്ക് ഇറങ്ങി വരിക എന്നാണ് അവതാരം എന്ന വാക്കിന് തന്നെ അർത്ഥം. അത് പോകട്ടെ, നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നോക്കൂ, ഗുരുവിനോട് CV കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ പത്രാധിപർ സുകുമാരന്റെ അച്ഛൻ, അല്ലെങ്കിൽ തിരുക്കൊച്ചി മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായിരുന്ന C കേശവന്റെ ഫാദർ ഇൻ ലോ, വൈഫിന്റെ അച്ഛൻ, മഹാഗുരുവിന്റെ ആധികാരികമായ ജീവചരിത്രങ്ങളൊന്നും എഴുതിയിട്ടുള്ള മയ്യനാട് K ദാമോദരന്റെ പിതാവ്, ഗുരുവുമായി ഏറ്റവും അടുത്ത് നിന്നിട്ടുള്ള ഒരു വലിയ സൈദ്ധാന്തികനായിരുന്ന, ഒരു വലിയ നിരീശ്വരവാദ സ്വഭാവം ഉണ്ടായിരുന്ന ഒരാളാണ് CV കുഞ്ഞിരാമൻ. കുഞ്ഞിരാമൻ ചോദിക്കുന്നുണ്ട്, തൃപ്പാദങ്ങളെ ഒരു അവതാരമായി ആളുകൾ വിളിക്കുന്നുണ്ടല്ലോ. ഗുരു ഒന്നും മിണ്ടിയില്ല, ഒരു മൃദു മന്ദഹാസത്തിൽ അതങ്ങ് അവസാനിപ്പിച്ചു. സാധാരണഗതിയിൽ ഇത്തരം ചോദ്യങ്ങൾ ഗുരു ഇങ്ങനെ കട്ട് ചെയ്തും കളയും, ഒന്നും മിണ്ടാതിരിക്കാറാണ് പതിവ്. CV-ക്ക് വിടാൻ ഭാവമില്ല, ഒന്നുകൂടി പതുക്കെ ഇങ്ങനെ കുത്തി, നമ്മൾ ഈ ലോക്കൽ കോട്ടയംകാരുടെ ഭാഷ പറഞ്ഞ ഇളക്കുക എന്നൊക്കെ പറയും, ഇപ്പൊ ഇടയിൽ കൂടെ വീണ്ടും ഒന്നുകൂടി. അല്ല സ്വാമി, പലരും ലേഖനം എഴുതുമ്പോൾ ശ്രീനാരായണ ഗുരു അവതാരമൂർത്തിയാണെന്ന് എഴുതുന്നല്ലോ, സ്വാമി അതിനെ അംഗീകരിക്കുന്നോ നിഷേധിക്കുന്നോ? കൃത്യമായിട്ട് ചോദിച്ചു. അപ്പൊ അത് പിന്നീട് ഈ ചോദ്യം വരുമ്പോൾ അതിന് ഉത്തരമായി സാമതൃപാദങ്ങൾ പറഞ്ഞതായിരിക്കും, നമ്മെ ഒരു അവതാരമൂർത്തിയായി ആരെങ്കിലും കരുതുന്നു എങ്കിൽ, ഒരു കുഞ്ഞ് സ്റ്റോപ്പാണ്, നമ്മെ ഒരു അവതാരമൂർത്തിയായി ആരെങ്കിലും കരുതുന്നു എങ്കിൽ, അങ്ങനെ കരുതരുത് നല്ല ഗുരു പറഞ്ഞു, അങ്ങനെ കരുതരുത് നല്ല ഗുരു പറഞ്ഞു. നമ്മെ ഒരു അവതാരമൂർത്തിയായി ആരെങ്കിലും കരുതുന്നുവെങ്കിൽ ഈ അവതാരത്തിന്റെ ലക്ഷ്യം ജാതി വ്യത്യാസം ഇല്ലാതാക്കലാണ്. അങ്ങനെ പറഞ്ഞത്. അങ്ങനെ തീർന്നില്ല, ഗുരു അതിനെ ഒന്നുകൂടി ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തു. മലയാളത്തിൽ പറഞ്ഞു, ഒന്നുകൂടി ഗുരു അതിനൊന്ന് പിന്താങ്ങി, അതിനെ ഗുരു ഒന്ന് ആധാരമായി ഉറപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ കാലത്ത് അദ്ദേഹം സ്നേഹത്തിന് പ്രാധാന്യം നൽകി, നബിയുടെ കാലത്ത് ത്യാഗത്തിനായിരുന്നു പ്രാധാന്യം, ശ്രീബുദ്ധന്റെ കാലത്ത് ഹിംസ കലശലായിരുന്നിരിക്കാം, അതുകൊണ്ടാവണം അഹിംസയ്ക്ക് പ്രാധാന്യം നൽകിയത്. നാം ജാതിക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ യേശുക്രിസ്തു, ശ്രീബുദ്ധൻ, ശ്രീകൃഷ്ണൻ, ആ പരമ്പരയിൽ വരുന്ന ഒരു അവതാരമൂർത്തി തന്നെയാണ് നാം എന്ന ഗുരു പറഞ്ഞു വെക്കുന്നേ. അപ്പൊ ഗുരു പറഞ്ഞിട്ടുണ്ട്, അവതാരമൂർത്തി എന്ന വാക്ക് സാമതൃപാദങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ലോകത്തിൽ എത്രയോ അവതാരമൂർത്തികൾ കടന്നുപോയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ശരീരധാരണ കാലത്ത് തന്നെ ക്ഷേത്രമുണ്ടായ വേറെ ആരുമില്ലെന്ന് നമ്മൾ അസന്നിഗ്ധമായി പറയുന്നത്. നിങ്ങളോട് ആരെങ്കിലും നാളെ ഇതുപോലെ 4 കോടി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ ഇങ്ങനെ കൊടിമരമൊക്കെ വെച്ച് ഉത്സവം നടത്തുന്നതൊക്കെ സാമതൃപാദ് നിനക്ക് ചോദിക്കും കേട്ടോ, ചോദിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ഗുരു ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കുമാർ ചോദിക്കുമ്പോ അങ്ങോട്ട് പറയണം, മഹാഗുരുവിന്റെ മഹാസമാധിക്ക് 12 കൊല്ലങ്ങൾക്ക് മുമ്പ് കുളത്തൂർ കോലത്തുകരയിൽ സാമതൃപാദങ്ങൾ തൃക്കരങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി ഗുരുവിന്റെ തൃക്കരങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള 44ഓളം ക്ഷേത്രങ്ങളും ഗുരുവിന്റെ ശിഷ്യപരമ്പരയിലൂടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള 90-ൽ താഴെ ക്ഷേത്രങ്ങളിൽ മഹാഗുരു തന്നെ സ്ത്രീകൾക്ക് ആജീവനാന്ത വിലക്ക് കൽപ്പിച്ചിട്ടുള്ള ഒരേ ഒരു ക്ഷേത്രമായ കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിൽ ഗുരുവിന്റെ ലോകത്തിലെ ആദ്യത്തെ ക്ഷേത്രമുണ്ടാകുന്നു. പ്രതിഷ്ഠ വിഗ്രഹമല്ല, വിശേഷാൽ ഗ്രഹദേ ഇതി, വിശേഷത്തോടു കൂടി ഗ്രഹിക്കുന്നത് എന്തും വിഗ്രഹമാണ്. അത് ചിത്രമാകാം. ഗുരു തന്നെ 3 കവരയിട്ട് നിലവിളക്കിനെ വിഗ്രഹമാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് തൃശ്ശൂര് കാരമുക്ക് ചിദംബരനാഥം. ഒരു ചെമ്പ് പ്രവയില് സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന 4 വാക്കുകൾ, 4 സംജ്ഞകളെ, 4 ഐഡിയകളെ, സത്യം, ധർമ്മം, ദയ, ശാന്തി, ഒരു പ്രവയിൽ, വട്ടത്തിലുള്ള ഒരു പ്രവയിൽ അതിനെ ഗുരു പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മുരിക്കുമ്പുഴ കാളഖണ്ഡം, തിരുവനന്തപുരം 1921.
സാമുദ്രികപാദങ്ങൾ കണ്ണാടിയുടെ പുറകിൽ രസം ചുരണ്ടി ഓമിനെ ഓംകാരത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ചേർത്തല കളവങ്കോണം അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലും ഉല്ലല ഓംകാരേശ്വരത്തിലും. അപ്പോ ഇതെല്ലാം ക്ഷേത്രവിധാനത്തിൽ പ്രതിഷ്ഠയ്ക്ക് പാത്രമാണ്, പ്രതിഷ്ഠിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ ഒരു ചിത്രം മഹാകവി കുമാരനാശാൻ 1916 പ്രതിഷ്ഠിച്ചത് കുളത്തൂർ കോലത്തുകരയിൽ. ഇത് നമ്മളെ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയല്ല. 1916 ശ്രീനാരായണ പരമഹംസ ഭഗവാന്റെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളുടെ ഭാഗമായി മഹാകവി കുമാരനാശാൻ നമുക്ക് എഴുതി തന്ന ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ് ഗുരുസ്തവം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ രഘുവാര പാഠശാലകളിൽ ഞാൻ പഠിക്കുമ്പോൾ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്. അതുമാത്രമല്ല, പണ്ടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അമ്മമാരോട് ചോദിക്കും, ഗുരുവിന്റെ ഷഷ്ടിപൂർത്തിക്ക് കുമാരനാശാൻ എഴുതി തൃപ്പാദങ്ങളിൽ കാഴ്ചവെച്ച കൃതി ഏതാ? അന്നൊക്കെ അമ്മമാർ പറയും നാരായണമൂർത്തി. അപ്പൊ ഞാൻ പറയും, ഇനി അങ്ങനെ പറഞ്ഞ 1000 തവണ എംബോസ് ഇട്ട് കളയുന്നു. നാരായണമൂർത്തി എന്നൊരു കൃതി ഇല്ല. അതിന് കുമാരനാശാൻ ഇട്ട പേര് ഗുരുസ്തവൊന്നും അല്ല. കുമാരനാശാൻ അതിനിട്ട പേര് സമാജസ്തുതി എന്നാണ്. ഗുരുസ്തവം പിന്നീട് വന്ന പേരാ. കാരണം ഇപ്പോൾ നിങ്ങൾ ആലപിച്ചു കൊണ്ടിരിക്കുന്ന ഈ വരികൾ കൂടാതെ മറ്റു 4 വരി കൂടി കുമാരനാശാൻ അതിൽ എഴുതിയിരുന്നു. സാധിക്കുവാണ് എപ്പോഴും ചൊല്ലണേ. എന്തൊരു ഫീലാന്നറിയാവോ? തൻ പോലെ എറുമ്പാതിയെയും പാർത്തിടും അങ്ങേക്ക് അൻപോടുല കർത്തിപ്പു ചിരായുസ്സു ദയാബ്ദേ. മുൻപോൽ സുഖമായി മേന്മ തൊടുന്നോർക്ക് അരുളും കാൽ തുമ്പോടിനിയും വാഴുക ശതാബ്ദം ഗുരുമൂർത്തി. നമ്മുടെ ഈ നാരായണമൂർത്തി ഗുരുസ്തവം, അതിനകത്ത് മറ്റൊരു 4 വരി കൂടി ഉണ്ടായിരുന്നു. വലിയ നെഞ്ചിൽ നിന്ന് കുമാരനാശാന്റെ ഹൃദയം പൊട്ടിപ്പുറത്തോട്ട് വന്നതാ. തന്നെ പോലെ എറുമ്പാതിയെയും ഉറുമ്പുകളെ പോലും കാത്തുരക്ഷിക്കുന്ന പാർത്തിടും അങ്ങേക്ക്. തൻ പോലെ എറുമ്പാതിയെയും പാർത്തിടും അങ്ങേക്ക് അൻപോട് ഉലകർത്തിപ്പു ചിരായുസ് ദയാബ്ദേ. ഈ ലോകം ചിരായുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുൻപോൽ സുഖമായി മേന്മ തൊടുന്നവർക്ക് അരുളും കാൽ. ആ കാലിൽ വന്ന് തൊടുന്നവർക്ക് മേന്മയും സുഖവും പ്രേയസും അരുളി ചെയ്യുന്ന, അനുഗ്രഹം നൽകുന്ന ആ പാദങ്ങളുടെ തുമ്പോടിനിയും വാഴുക ശതാബ്ദം. 100 വയസ്സ് വരെ ശരീരം നിലനിർത്തണേ എന്നാ കുമാരനാശാൻ പറഞ്ഞേ. പിന്നെ സമാധിക്ക് ശേഷം 73-ാം വയസ്സിൽ മഹാഗുരു ശരീരധാരണം വേണ്ടെന്ന് വെച്ചത് കൊണ്ട് പിന്നീട് ആ 4 വരികൾ കട്ട് ചെയ്താണ് നമ്മുടെ ഇടയിൽ പ്രചരിക്കപ്പെട്ടത്. അപ്പൊ ഇപ്പോൾ ആ 4 വരി കൂടി ചൊല്ലുന്നുണ്ട്, ഒരു തെറ്റുമില്ല കേട്ടോ. കാരണം സാമുദ്രികപാദങ്ങൾ ഗുരുവിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പോക്കുവരവറ്റ പരമ്പൊരുളാണ്, വിലമതിയാതെ വിളക്ക് ഉദിക്കുകയുമില്ല പിൻപൊലിയുകയുമില്ലെന്ന ഗുരു പറഞ്ഞ്. ഇതൊരു വില പറയാനാവാത്ത വിളക്കാണ്. ഇത് കത്തിക്കത്തുമില്ല, കത്തുകയുമില്ല, കെടുകയുമില്ല, അതങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഗുരുവിന്റെ ശരീരധാരണമാണ് ഈ 73 വർഷം എന്നൊക്കെ പറയുന്നത്. ആര് ചോദിച്ചാലും പറഞ്ഞോണം, അതിനു മുമ്പും ഗുരുവുണ്ട്, അതിനുശേഷവും ഗുരുവുണ്ട്. മറ്റത് വെറും ഒരു കണക്ക് മാത്രമാണ്. 73 വർഷങ്ങൾ, 23 ദിവസവും കൂടി ഉണ്ട് കേട്ടോ. മഹാഗുരുവിന്റെ ജീവിത കാലഘട്ടം അല്ലെങ്കിൽ ശരീരധാരണ കാലഘട്ടം എത്രയെന്ന് ചോദിച്ചാൽ നേരെ പറഞ്ഞോണം 73 വർഷവും 23 ദിവസവും. അതൊന്നുകൂടി ക്ലിയർ ആയിട്ടങ്ങ് പറഞ്ഞു കൊടുത്തേക്കണം. 1855 ഓഗസ്റ്റ് 28 ഇംഗ്ലീഷ്, 1031 ചിങ്ങം 14 മലയാളം മുതൽ 1928 സെപ്റ്റംബർ 20 ഇംഗ്ലീഷ്, 1104 കന്നി 5 വരെ നീണ്ടുനിന്ന മഹാഗുരുവിന്റെ 73 വർഷത്തെയും 23 ദിവസത്തെയും സംഭവബഹുലമായ ജീവചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാകും. മഹാകവി കുമാരനാശാൻ മഹാഗുരുവിനെ ക്ഷേത്രവിധാനത്തിൽ ഉപാസിച്ച് പൂജിച്ച് ആരാധിച്ചത്. അപ്പൊ നിങ്ങൾ സാധിക്കുവാണെങ്കിൽ ഇനി നമ്മുടെ SNDP ശാഖായോഗത്തിന്റെ ശിവഗിരി തീർത്ഥാടന യാത്രയിൽ കുളത്തൂർ കോലത്തുകരയെ കൂടെ കയറി പോകണം. ഇപ്പൊ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. സാധിക്കുവാണെങ്കിൽ അടുത്തതിന് തന്നെ പോകണം. ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ, ധൈര്യപൂർവ്വം നമുക്ക് പോകാം. നമ്മൾ SNDPക്കാർ അങ്ങോട്ട് പോകുകയല്ല, നമ്മുടെ അമ്മമാരൊക്കെ ശാഖാ സെക്രട്ടറി വഴക്ക് പിടിക്കും. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ? അവിടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആകുമ്പോൾ ഒരു ഗുണമുണ്ട്, രാജകുടുംബം വരുമ്പോൾ നമ്മളെ ഇറക്കി പുറത്തും വിടും. പാവങ്ങൾ 3.5 മണിക്കൂർ ക്യൂ നിന്ന് അകത്ത് കയറും, അനൗൺസ്മെന്റ് വരും, രാജകുടുംബം തൊഴുവാൻ വേണ്ടി വരുന്നുണ്ട്, ആചാരപരമായ പ്രത്യേകതയുടെ പേരിൽ നിങ്ങളെല്ലാവരും പുറത്തോട്ട് പോകണം. പാവങ്ങൾ പുറത്തോട്ട് പോകും. നമുക്ക് വല്ല ആവശ്യമുണ്ടോ? ഭഗവാന്റെ തൃക്കരങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിതമായ പ്രൗഢഗംഭീരമായ 18 ക്ഷേത്രങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ തലങ്ങനെ വിലങ്ങനെ കിടക്കുക. 18 ക്ഷേത്രങ്ങൾ പോണം, അവിടെയൊക്കെ പോണം. നിങ്ങളുടെ ശിവഗിരി മഠത്തിൽ നിന്ന് പുറത്തിറങ്ങി ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തി റൈറ്റ് എടുത്താൽ
നേരെ വലത്തോട്ട് പോയാൽ കടയ്ക്കാവൂർ റൂട്ടിൽ 6-ാം കിലോമീറ്റർ വരും വക്കം ദേവേശ്വരം, വക്കം പുതിയകാവ് ആനന്ദവല്ലീശ്വരം. വീണ്ടും ഒരു 1.5 കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ ഏറത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കുറെ കാലം മഹാകവി കുമാരനാശാൻ അവിടെ പൂജാരിയായിരുന്നു. ഇന്ന് പോകണ്ടേ നമുക്ക്? നല്ല ക്ഷേത്രം. വീണ്ടും ഒരു 1.5 കിലോമീറ്റർ കായിക്കര കപിലീശ്വരം. വീണ്ടും ഒരു 4 കിലോമീറ്റർ 5 തെങ്ങ് ജ്ഞാനേശ്വരം. ഈ ഏറത്തും കായിക്കരയിലും 5 തെങ്ങിലും അറബിക്കടലിനോട് ചേർന്ന് 3 കിണറുകളുണ്ട്. ഓരോ ക്ഷേത്രത്തിലും ഓരോ കിണറുകൾ. മഹാഗുരു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം ചുമ്മാ ഇങ്ങനെ വൃത്തം വരച്ചു കൊടുത്തതാ. കയ്യിലിരുന്ന് വടിവെച്ച് ഇവിടെ കിണർ കുത്തിക്കോളാൻ പറഞ്ഞ്. ആ നാട്ടിൽ എവിടെ കിണർ കുത്തിയാലും ഉപ്പിരസമുള്ള ജലമാ ലഭിക്കുന്നേ. ഈ 3 കിണറിൽ നിങ്ങളൊന്ന് പോയി നോക്കണേ. ഞാൻ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കണ്ട, പോയി വെള്ളം കോരി കുടിച്ചിട്ട് വിശ്വസിച്ചാൽ മതി. സമുദ്രത്തോട് ചേർന്നുള്ള 3 കിണറുകൾ. വലിയ അത്ഭുതം. അവിടങ്ങളിലൊക്കെ ചുറ്റും ഓഡിറ്റോറിയം പണിയുവാനും ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിനുമൊക്കെയായി ഈ കിണറിന്റെ 1 മീറ്റർ മാറി ഡ്രിൽ ചെയ്യുമ്പോൾ പോലും തൊട്ടപ്പുറത്ത് ചുമ്മാ ക്ഷേത്രത്തിന്റെ മതിലെ പിടിച്ചോണ്ട് നോക്കിയാ ദേ അറബിക്കടല തൊട്ട് പുറകിൽ. നമ്മൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ തിരയുടെ ആരവം കേൾക്കാം. നേരെ 150-200 മീറ്റർ അപ്പുറത്താ കായിക്കരയിലും ഏറത്തും എന്താണ് സമുദ്രത്തിന്റെ തീരത്ത് ഗുരു സ്ഥാനം നിർണയിച്ചെടുത്ത് കണ്ണുനീർ പോലെ ശുദ്ധമായ ജലം. അയ്യോ, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ ആയതുകൊണ്ട് ആർക്കും ഒരു വിലയില്ല. അങ്ങോട്ടാരും പോകത്തുമില്ല. അൽഫോൺസാമ എങ്ങാ സ്ഥാനം നിർണയിച്ച കിണറാണെങ്കിൽ ഇപ്പൊ അതിന്റെ ചവിട്ട് KSRTC ബസ് സ്റ്റാൻഡോടെ വന്നേനെ. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു ടെററിസമായി നിങ്ങൾ എടുക്കരുത്. ഒരു കമ്പാരിസൺ മാത്രം. അല്ലെങ്കിൽ തന്നെ എനിക്ക് വയ്യ. അയ്യോ, ഫേസ്ബുക്കിൽ താഴെ വന്നിട്ട് എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അതിൻ്റെ അച്ഛൻ, ഒരു 3-4 തലമുറ എന്നെ അങ്ങ് ചീത്ത വിളിയാ. നമ്മൾ ചില കാര്യങ്ങൾ ആളുകളിലേക്ക് പറയുന്നോണ്ടാ ഇത്തരം ക്ഷേത്രങ്ങളിൽ പോകണ്ടേ. ഞാൻ ഈ പറഞ്ഞ 5 തെങ്ങ് ജ്ഞാനേശ്വര ക്ഷേത്രം, അവിടെ നിന്നും ലെഫ്റ്റ് ഇടത്തോട്ട് നിങ്ങൾ ഒരു 6 കിലോമീറ്റർ കൂടി പോയാൽ വേറെ ഒരു ക്ഷേത്രമുണ്ട്, മുരിക്കുമ്പുഴ കാളകണ്ഠം. ഞാൻ ഇപ്പോൾ പറഞ്ഞ സത്യം ധർമ്മം ദയാശാന്തി എന്ന പ്രഭ വെച്ച അന്ന് വരെ ഉണ്ടായിരുന്ന പരമ്പരാഗതമായ ബ്രാഹ്മണിക്കൽ ഹെജിമണിക്കാരെയൊക്കെ ഞെട്ടിച്ച, നോക്കൂ, അതുവരെ ഉണ്ടായിരുന്ന വിഗ്രഹ സങ്കല്പങ്ങളെ ഗുരു തച്ചുടച്ച ഒരു പ്രഭയിൽ സത്യം ധർമ്മം ദയാശാന്തി എന്ന് എഴുതി ഒരു ക്ഷേത്രത്തിൽ ഗുരു പ്രതിഷ്ഠിക്കുന്നു. അവിടുന്ന് വീണ്ടും നിങ്ങളൊരു 5-6 കിലോമീറ്റർ വന്നാൽ കഴക്കൂട്ടമായി അവിടെയാണ് കുളത്തൂർ കോലത്തുകര ഞാനിപ്പോൾ പറഞ്ഞ ക്ഷേത്രം. അവിടുന്ന് വീണ്ടും ബൈപ്പാസ് വഴി മുന്നോട്ട് പോയാൽ കുന്നുംപാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. വീണ്ടും നിങ്ങൾ സ്ട്രൈറ്റ് പോയാൽ നേരെ നമ്മൾ കോവളം വരും. കോവളം, വിഴിഞ്ഞം, ബാലരാമപുരം, ഉച്ചക്കട വഴി നേരെ നിങ്ങൾ പോയ നെയ്യാറ്റിങ്കര. അതിനടുത്തുണ്ട് ആരുമാനൂർ ശ്രീനാരായണ ക്ഷേത്രം. നേരെ അരുവിപ്പുറത്ത് പോകാം. ഇങ്ങനെ ഒരു റാ പോലെ ഞാൻ വരച്ച് കാണിച്ചത്. റാ പോലെ സുഖമായിട്ട് പോകാം. ഇത്രയും പറഞ്ഞത് ഇവിടെ വനിതാ സംഘമോ യൂത്ത് മൂവ്മെന്റുകാരോ അടുത്ത ഒരു തീർത്ഥാടനം പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പോണേ, ഇതുപോലെയൊക്കെ പോണേ. ആളുകളെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണേ. മഹാഗുരുവിന്റെ തൃക്കരങ്ങൾ കൊണ്ട് പ്രതിഷ്ഠ ക്ഷേത്രം. ഈ പറഞ്ഞ തിരുവനന്തപുരം നഗരത്തിലെ ക്ഷേത്രങ്ങളിൽ സാമ്പത്തികമായ ഗരിമ കൊണ്ടും ആധ്യാത്മികമായ മഹിമ കൊണ്ടും ചരിത്രത്തിന്റെ പരിപാവനത കൊണ്ടും വളരെ പ്രാഗൽഭ്യം ലഭിക്കുന്ന ഒരു ക്ഷേത്രമാണ് കുളത്തൂർ കോലത്തുകര. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിൽ ആദ്യമായി മഹാഗുരുവിനെ ക്ഷേത്രവിധാനത്തിൽ ഉപാസന സമ്പ്രദായത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പോയി കാണണം, മക്കളെ കാണിച്ചു കൊടുക്കണം. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം. ചിത്രമായി വിഗ്രഹം പിന്നെ തലശ്ശേരിയിലാണ് വരുന്നത്. 1927 മാർച്ച് 13. ഇത് അതിനും 11 കൊല്ലം മുമ്പ് 1916 സെപ്റ്റംബർ 16. ഇങ്ങനെയുമുണ്ട്, ഇങ്ങനെയും ഒരു കുരുക്ഷേത്രമുണ്ട്. ഇനി അവിടെ രസകരമായ ഒരു സംഭവം കൂടെ പറഞ്ഞു നമുക്ക് ആ സംഭവം വിട്ടേക്കാം. അതായത് ആർട്ടിസ്റ്റ് NK നായർ, ആർട്ടിസ്റ്റ് കുഞ്ഞികൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു പ്രഗത്ഭ നായർ തറവാട്ടിൽ, ചാവടി വീട് എന്ന് പറയുന്ന ഒരു വലിയ നായർ തറവാട്ടിൽ ജനിച്ചിട്ടുള്ള ആളാണ് കോലത്തുകരയിലുള്ള ആ ചിത്രം വരച്ചത്. ആ ചിത്രം വരച്ചത് വളരെ രസകരമാണ്. അത് പച്ചിലകൾ പറിച്ചെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് ചാറാക്കി ആ ചാറുകൾ പരസ്പരം കൂട്ടിക്കലർത്തി മിശ്രിതമാക്കി അതുകൊണ്ടാണ് വർണ്ണരാജുകൾ തീർത്തിരിക്കുന്നത്. അദ്ദേഹം ബ്രഷ് ഉപയോഗിച്ചിട്ടില്ല. കൈത മുറിച്ചെടുത്ത് അതിൻ്റെ തണ്ട് ഇടിച്ച് ചതച്ച് പരുവപ്പെടുത്തി ആ തണ്ട് കൊണ്ടാണ്, കൈതയുടെ തണ്ട് കൊണ്ടാണ് അദ്ദേഹം കൃത്യമായി അത് വരച്ചുണ്ടാക്കിയിരിക്കുന്നത്. പ്രൗഢ ഗംഭീരമായ. നിങ്ങൾ കൊണ്ട് കാണിക്കണേ മക്കളെ. നിങ്ങൾ കുറെ നേരം അതിന്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കണമേ. അങ്ങനെ ഒന്ന് ജപിച്ചിട്ട് ആ ചിത്രത്തെ മാറി എന്ന് നോക്കണം. 41 വയസ്സ് പ്രായമുള്ളപ്പോ ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമായിരുന്നോ ജീവൻ തുടിക്കുന്ന ആ ചിത്രം.
41-ാം വയസ്സിൽ സ്വാമിയെ എങ്ങനെയാണോ കണ്ടാൽ ഉണ്ടായിരുന്നത്, നമുക്ക് ഇപ്പോഴും പോയാൽ കാണാം. അതുപോലെ വരച്ചേക്കുകയാണ് ആർട്ടിസ്റ്റ് കുഞ്ഞികൃഷ്ണക്കുറുപ്പ്. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ ഒന്ന് കാണിച്ചു കൊടുക്കണേ, മോനെ നോക്കൂ, ഈ 41-ാം വയസ്സിൽ സ്വാമിയെ കണ്ടാൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു പറഞ്ഞു കൊടുക്കണം. ആ ചിത്രം കൂടി കണ്ടു കഴിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. ഗുരുപാദ ദശകം, ചെന്താർ മങ്ങും മുഖം, ചേതന നയനയുഗം, ചാരു നെറ്റിത്തടം, നൽപൊൻതാരിൻ കാന്തി, സ്വർണത്തിന്റെ നിറമെന്ന് മഹാകവി കുമാരനാശാൻ ഗുരുവിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ വരച്ചു കഴിഞ്ഞിട്ടാ ഇനി ആ ചിത്രം വരയ്ക്കുന്നതിന് ഒരുപാട് സംഭവങ്ങളാണ്. ഞാൻ ഇതെല്ലാം പറയുന്നില്ല, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം മാത്രം. മഹാഗുരു ഗുരുവിന്റെ ആരാധനാ സമ്പ്രദായത്തെ അംഗീകരിക്കുകയും ആസ്വദിക്കുകയും ഒരു പരിധിവരെ അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്തതിന്റെ ചരിത്രം. എന്റെ വിഷയം അതാണല്ലോ, ആരാധനാമൂർത്തിയായ ഗുരു. ആര് ചോദിച്ചാലും പറഞ്ഞോണം, ഞങ്ങൾ 4 കോടിക്കാർ മാത്രമൊന്നുമല്ല ഇങ്ങനെ ചെയ്തത്, ഇതിനു മുമ്പുമുണ്ട്. 1921 ഈ ചിത്രം കുമാരനാശാൻ പ്രതിഷ്ഠിച്ചത് 1916 5 കൊല്ലം കഴിഞ്ഞ്. അവർ അന്ന് തന്നെ അവിടെ ഒരു പൂജാരി അപ്പോയിന്റ് ചെയ്യുന്നു. അദ്ദേഹം രാവിലെയും വൈകുന്നേരവും നിവേദ്യങ്ങൾ വെച്ചുകൊണ്ട് നട തുറന്ന് ഉഷപൂജയ്ക്ക് ശേഷം നടയടച്ച് വൈകുന്നേരം ദീപാരാധനയോടുകൂടി അത്താഴ പൂജയോടുകൂടിയാണ് മഹാഗുരുവിനെ ഉപാസിച്ചിരുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. ആ രീതിയിലാണ് ഉപാസിക്കുന്നത്. 1921 മഹാഗുരുവിന്റെ ആ ചിത്രം അവിടെ പ്രതിഷ്ഠിച്ച് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും ഒരു യാത്രയിൽ ശിവഗിരി മഠത്തിലേക്ക് മടങ്ങുകയാണ്. അപ്പൊ ആ സമയം ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ സുഗുണാനന്ദഗിരി സ്വാമി എന്ന് പറഞ്ഞാൽ പൂർവാശ്രമത്തിൽ ധീവര സമുദായ അംഗമായിരുന്ന, ഗുരുവിന്റെ ശിഷ്യ പരമ്പരയിൽ ഏറ്റവും മനോഹരമായി പാട്ടുപാടുമായിരുന്ന, ശാസ്ത്രീയ സംഗീതം അറിയാമായിരുന്ന, ആളുകൾ സ്നേഹപൂർവ്വം സംഗീത സ്വാമികളെ എന്ന് വിളിക്കുമായിരുന്ന, ഒരു ദിവസം മാത്രം ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റായി അന്ന് വൈകുന്നേരം തന്നെ രാജിവെച്ച് പോയിട്ടുള്ള, അതൊക്കെ വേറെ ചരിത്രങ്ങളാണ്, സുഗുണാനന്ദഗിരി സ്വാമികൾ പറയുന്നു ഗുരുവിനോട്, സ്വാമി, നാം ശിവഗിരിയിലെത്തുമ്പോൾ എന്തായാലും ഉച്ച കഴിയും. ഏതെങ്കിലും ഒരു ഭക്തന്റെ വീട്ടിൽ ഭക്ഷണം ക്രമീകരിക്കേണ്ടി വരും. അങ്ങനെ വേണമോ? ഗുരു ഒന്നും മിണ്ടിയില്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. സ്വാമി ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറില്ല. ഗുരുവിന്റെ യാത്രകൾ പ്ലാൻ ചെയ്യുവാനായി ഗുരുദാസ്, ഗോവിന്ദദാസ് എന്ന് പറഞ്ഞ 2 പേരുണ്ട്. ഗുരുവിന്റെ ഒരു ദിനമെന്നൊക്കെ പറഞ്ഞ് പഠനങ്ങളുണ്ട്. അപ്പൊ അതിൽ അവരാണ് ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അന്ന് PC ഗോവിന്ദൻ ഗുരുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. 1895 അന്ന് ICS പരീക്ഷ പാസ്സായ തീയ പ്രമാണിയാണ് തലശ്ശേരിക്കാരനായ PC ഗോവിന്ദൻ. ജാതിപരമായ വേർതിരിവ് മൂലം ആ റിസൾട്ട് മാറ്റിവെച്ചിട്ട് അന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ കേസിന് പോയി. റിസൾട്ട് വന്നിട്ട് ഇംഗ്ലണ്ടിൽ ജോലി കിട്ടിയ ആളാ PC ഗോവിന്ദൻ. ഗുരുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനമുണ്ടായിരുന്നു. സ്വാമിയുടെ യാത്രകൾ, ട്രെയിൻ ടിക്കറ്റുകൾ, ഗുരുവിൻ അല്ലെങ്കിൽ ശ്രീലങ്കയ്ക്ക് പോയപ്പോൾ ചില പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന, അങ്ങനെ സെക്രട്ടറി ഒന്നും ഗുരുവിന് വേണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരു ചരിത്രത്തിലെ ഒരു നിയോഗം എന്ന തരത്തിൽ പറയാവുന്ന PC ഗോവിന്ദൻ. അപ്പൊ അദ്ദേഹം ഒന്നും ആ കൂടെ ഇല്ല. കൂടെ ഉള്ളത് ഗുരുദാസും ഗോവിന്ദാസുവാ. അവർ നേരെ ചിലപ്പോൾ ഒരു കുതിരവണ്ടിയിലോ കാളവണ്ടിയിലോ ഒക്കെ പോയിട്ട് അവരെവിടെയെങ്കിലും വീട്ടിലൊക്കെ ഭക്ഷണം അറേഞ്ച് ചെയ്യും. അപ്പോ സുഗുണാനന്ദഗിരി സ്വാമി പറഞ്ഞു, സ്വാമി, ഇവിടെ അടുത്താണല്ലോ കോലത്തുകര, അവിടേക്ക് പോയാലോ? കാരണം കോലത്തുകരയും ഗുരുവുമായി വലിയ ബന്ധമുണ്ട്, വലിയ ബന്ധം. സ്വാമി തൃപ്പാദങ്ങൾ നാണുവായിരുന്ന കാലത്ത്, ചെമ്പഴന്തി നാണുവാസനായിരുന്ന കാലത്ത്, അവധൂത സ്വഭാവമുള്ള കാലത്ത് അന്നും പോകുമായിരുന്ന ഇടമാണ് കുളത്തൂർ കോലത്തുകര. അതുകൊണ്ട് തന്നെ ഗുരുവുമായി ആ നാടിന് ഒരു അഭേദ്യ ബന്ധമുണ്ട്. 1893 മാർച്ച് 27 കുളത്തൂർ കോലത്തുകരയുടെ പ്രതിഷ്ഠയോടുകൂടി 1916 ഗുരുവിന്റെ ആദ്യത്തെ ക്ഷേത്രവിധാനം അവിടെ ഉണ്ടായതോടുകൂടി ആ ബന്ധം വലിയൊരു ആത്മബന്ധമാണ്. ഗുരു വരുമ്പോ കോലത്തുകരക്കാർക്ക് എന്ന് ഉത്സവ. സ്വാമി വരുമ്പോ എങ്കിൽ കോലത്തുകരയിലേക്ക് പോയേക്കാം. ആവട്ടെ, സ്വാമി സമ്മതിക്കുന്നു. അവർ നേരെ കോലത്തുകരയിലേക്ക് എത്തുന്നു. സ്വാമി തൃപ്പാദങ്ങളും ശിഷ്യസഞ്ചയവും കോലത്തുകരയിലേക്ക് കടന്നു വരുന്ന വിവരം മുൻകൂട്ടി കോലത്തുകര ക്ഷേത്ര ഭാരവാഹികൾ ആരും അറിഞ്ഞിരുന്നില്ല. ഇനി നിങ്ങൾ അവിടെ എത്തുമ്പോൾ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ആ മണ്ണിൽ നിന്നുകൊണ്ടൊന്ന് ഓർക്കണം കേട്ടോ. വരുന്ന വിവരം അവരാരും അറിഞ്ഞിരുന്നില്ല. ഇതുപോലെയുള്ള, അതാ നോക്കൂ, നിങ്ങളുടെ ഈ ഗുരുക്ഷേത്രത്തിന്റെ ഈ നമസ്കാര മണ്ഡപം പോലെ അവിടെയും ഉണ്ടൊരെണ്ണം. ഇന്നത് നല്ല തൂണുകളൊക്കെയുള്ള കോൺക്രീറ്റ് ബിൽഡിങ്ങാ. അന്ന് ആ ഗുരുക്ഷേത്രം അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. അതിൽ പെയിന്റിംഗ് ഒക്കെ ഉള്ളത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിനു മുൻപിലെ നമസ്കാര മണ്ഡപം ഇപ്പൊ അവർ നന്നായി പണിത് ഒന്നുകൂടി മനോഹരമാക്കിയിട്ടുണ്ട്. അന്ന് ഈ സംഭവം നടക്കുമ്പോൾ കുറെ മുളങ്കമ്പുകൾ നാട്ടി ഓലമെടൽ കൊണ്ട് മേൽക്കൂര മേഞ്ഞിട്ടുള്ള ചാണകം മെഴുകിയ തറയുള്ള ഒരു നമസ്കാര മണ്ഡപമാണ് ഉണ്ടായിരുന്നത്. ആ ചാണകം മെഴുകിയ തറയില് കുറെ പുൽപ്പാകൾ വിരിച്ചിട്ട് കുറച്ച് അമ്മമാർ മഹാഗുരുവിന്റെ ചിത്രത്തിന് മുൻപിൽ അങ്ങനെ പ്രാർത്ഥനയോട് കൂടിയിരിക്കുന്നു. ഗുരുവിന്റെ ആ കുമാരനാശാൻ പ്രതിഷ്ഠിച്ച ചിത്രത്തിൽ അവിടുത്തെ ആ പൂജാരി വൈദികൻ
ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾ കൊണ്ട് പൂജ ചെയ്യുന്നു. ഞാനതൊക്കെ പറഞ്ഞു തരുന്നത് നാളെ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ പറഞ്ഞോണം, ഗുരു എന്തുകൊണ്ട് ആരാധനാമൂർത്തിയാണ്, സാമതൃപാദങ്ങൾ അതിനെ എങ്ങനെ അംഗീകരിച്ചിരുന്നു. ഇങ്ങനെ ഉത്സവമൊക്കെ പറയുമ്പോൾ ഇത് ഞങ്ങളാരും തുടങ്ങിയതൊന്നുമല്ല, ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു. 1921 മഹാഗുരു കുളത്തൂർ കോലത്തുകരയിലേക്ക് കടന്നു വരുമ്പോ നോക്കൂ, കുറെ അമ്മമാർ നമസ്കാര മണ്ഡപത്തിൽ ഇരിക്കുന്നു. വൈദികൻ ഗുരുപുഷ്പാഞ്ജലി ചെയ്യുക. എങ്ങനെ? ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ, ഓം സംസാരതാപശമനായ നമഃ, ഓം മനുഷ്യ വിഗ്രഹായ നമഃ, ഓം സത്വഗുണോത്തമായ നമഃ, ഓം ബൃഹട്ടാത്മനേ നമഃ, ഓം വീതരാഗഭയ ക്രോധശോകമോഹ മാനസായ നമഃ, ഓം അവ്യായ നമഃ, ഓം നിർമ്മലായ നമഃ, ഓം നിഗമാഞ്ജജ്ഞായ നമഃ, ഓം അജ്ഞാനവൃത്തിലോകായ നമഃ. ഗുരുപുഷ്പാഞ്ജലി. ഏറ്റവും പുറകെ ഇരിക്കുന്ന അമ്മ എന്തോ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദേ കയറി വരുന്ന ഗുരുവ ശിഷ്യന്മാരും. ആ അമ്മ എന്ത് ചെയ്ത് കാണും? ഞെട്ടിപ്പോയി കാണുമോ? വേണ്ട, നമുക്ക് ചോദ്യം തിരുത്തി ചോദിക്കാം. 4 കോടി ഈ ഗുരുക്ഷേത്രത്തിന്റെ ഈ നമസ്കാര മണ്ഡപത്തിൽ ഇന്ന് ഈ ദിവസം നിങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാ. ഇവിടുത്തെ നമ്മുടെ വൈദികന്മാര്, നമ്മുടെ പെരുന്ന തന്ത്രി അടക്കമുള്ള ആളുകൾ മഹാഗുരുവിനെ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗേറ്റ് തുറന്ന് ആരോ കയറി വരും. നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ ദേ ഗുരുദേവൻ കയറി. നിങ്ങൾ എന്ത് ചെയ്യും? ഞെട്ടിപ്പോവല്ലേ? അതെന്നാ ചോദ്യമാണ്. ആലോചിച്ച് നോക്കി, നമ്മുടെ അമ്മമാർ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്കൊരു ചിരി വന്നു. നമ്മുടെ അമ്മമാർ അന്നും അങ്ങനെയാ ഇന്നും അങ്ങനെയാ ഓർക്കുകയും ചെയ്തു. ഏറ്റവും പുറകിരുന്ന അമ്മ ഒറ്റ ഓട്ടം, അയ്യോ എൻ്റെ സ്വാമി വന്നേന്ന്. ഇന്നും അങ്ങനെ ആയിരിക്കും അല്ലേ? ആ ഗുരുവിനെ കണ്ട ഒറ്റ ഓട്ടം, അയ്യോ എൻ്റെ സ്വാമി വന്നേന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പുറകൊണ്ടാണ് നമ്മ ഗുരുവിന്റെ പാദാന്തികത്തിലേക്ക്, മഹാഗുരുവിന്റെ നികടത്തിലേക്ക് ഒരു ഓട്ടമാ. ഒരമ്മ ഓടിയാൽ ബാക്കിയുള്ള അമ്മമാർ പറയണ്ടല്ലോ, ഒരു കൂട്ട ഓട്ടമായിരിക്കുമല്ലോ. എല്ലാവരും ഓടി മഹാഗുരുവിന്റെ പാദങ്ങളിലേക്ക് വീഴുന്നു. ഗുരു ചിരിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആളുകൾ ഓടിക്കൂടുന്നു. അപ്പൊ അവിടെ വേറെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഈ പൂജിച്ചുകൊണ്ടിരുന്ന വൈദികൻ ആള് ഞെട്ടിപ്പോയി. ഷോടാ, ഇവരെങ്ങോട്ടായി ഓടുന്നതെന്ന്. അങ്ങനെ അങ്ങോട്ട് സംഭവിക്കുമല്ലോ. അയ്യോ ദേ സ്വാമി വന്നെന്ന്. അങ്ങേറെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ ചിത്രത്തിൽ ഗുരുപുഷ്പാഞ്ജലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാമതൃപാദങ്ങൾ കയറി വന്നു. വഴക്ക് വല്ലതും പറയുവോ? ഇങ്ങനെയാണോ പൂജിക്കേണ്ടത്? നീ ഇങ്ങനെയാണോ പുഷ്പങ്ങൾ വെക്കേണ്ടത്? ഇങ്ങനെയാണോ വിളക്ക് വെക്കേണ്ടത്? എൻ്റെ ഭഗവാനെ തീർന്ന് സ്വാമി കയറി വന്ന്. അതേക്കുറിച്ച് പറയപ്പെടുന്നത് നാരായണൻ എന്നോ മറ്റേ പേരുള്ള ഒരാളാണ് അന്നത്തെ വൈദികൻ. അദ്ദേഹം അവിടെ നിന്നൊരു കൈയൊക്കെ വിറച്ചിട്ട് അദ്ദേഹം പെട്ടെന്ന് കർപ്പൂരമൊക്കെ ഇട്ടിട്ട് അങ്ങ് കർപ്പൂര ആരാധന ചെയ്ത് പകുതി വരെ ആയുള്ള ഗുരുപുഷ്പാഞ്ജലി മതി നിർത്തിയെന്ന്. മാത്രവുമല്ല, ഈ നമ്മൾ അന്തർജ്യോതി, ബഹിർജ്യോതി, പ്രത്യജ്യോതി, പരാത്പര, ജ്യോതിർജ്യോതി, സ്വയം ജ്യോതി, ആത്മജ്യോതി, ശിവോസ്മകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൂജിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ചെയ്ത പോലെ ഒരു കാര്യം കൂടെ ചെയ്യുമല്ലോ. അതെന്താ? നിം 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 എന്നൊരു മണി അടിക്കുമല്ലോ. നമ്മുടെ അമ്മമാരൊക്കെ നട തുറന്ന് മണി അടിക്കുന്ന ഒച്ച കേട്ട എവിടെയെങ്കിലും അടങ്ങി നിൽക്കുമോ? ആലോചിച്ച് നോക്കിയേ. ഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന അത്രയും അമ്മമാരും, നേരിട്ട് ഗുരുവിനെ നമസ്കരിച്ചു കൊണ്ടിരുന്ന അത്രയും അമ്മമാരും അവിടുന്ന് എഴുന്നേറ്റ് തിരിച്ചൊറ്റയോട്ടം ശ്രീകോവിലോട്ട്. അപ്പൊ ഗുരു ചിരിച്ചെന്നാകട്ടോ, കൊള്ളാമല്ലോ ഇവർന്ന്. അങ്ങനെ പറഞ്ഞുള്ളൂ. സ്വാമി സാവധാനം നടന്നു വന്നു. ഈ വൈദികൻ വിറച്ചാ നിൽക്കുന്ന. സ്വാമി എന്തേലും പറയുവോ? സ്വാമി വല്ല വഴക്ക് പറയുവോ? നോക്കൂ, സാമതൃപാദങ്ങൾ പതിയെ ഉള്ളിലോട്ട് നോക്കുന്നു. വളരെ സാവധാനം ഗുരു നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് വൈദികൻ നിം 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 ഗുരുവിന്റെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ടിരുന്നവര് ഒരൊറ്റ ഓട്ടം തിരിച്ച്. അപ്പോഴാ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, ഇവർ കൊള്ളാമല്ലോ എന്ന്. സാവധാനം ഗുരു നടന്നു വന്നപ്പോൾ ഈ വൈദികൻ വിറച്ചു പോയി കേട്ടോ. അദ്ദേഹം ഇങ്ങനെ, ഇനി സ്വാമി വല്ല വഴക്ക് പറയുമോ? ഇങ്ങനെയാണോ വിളക്ക് വെക്കേണ്ടത്? ഇങ്ങനെയാണോ പൂജിക്കേണ്ടത്? ഇനി പൂജിക്കാൻ തന്നെ പറ്റുമോ? വൈദികനാകെ പേടിച്ചു പോയ സമയത്ത് ഗുരു അകത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇവന്മാർ കൊള്ളാമല്ലോ, നമുക്കാണെങ്കിൽ നന്നായി വിശക്കുന്നു. ദാ നോക്കൂ, നമ്മുടെ ചിത്രത്തിന് ഇവന്മാർ പാലും പഴവും പാൽപ്പായസവും കൊടുത്തേക്ക് വന്നു. അങ്ങനെ ഗുരു പറഞ്ഞേ. അപ്പോ ഗുരു പുഷ്പാഞ്ജലി, മഹാഗുരുവിനെ പൂജിക്കുന്നത്, മഹാഗുരുവിന്റെ ചിത്രത്തിന് മുൻപിൽ നിലവിളക്ക് കൊളുത്തി പ്രാമാണികമായി അവർ എന്താണ് അവിടെ നിവേദ്യം വെച്ചുകൊണ്ട് പൂജിക്കുന്നത്, ഗുരു നേരിട്ട് കണ്ടതിന്റെ ചരിത്രമാ പറഞ്ഞ്. നിങ്ങൾ കോലത്തുകരെ പോയി അന്വേഷിച്ചാൽ മതി. അഭിമാനത്തോടു കൂടി അവർ പറയും, അഭിമാനത്തോടു കൂടി ഈ കോലത്തുകരയിലെ ഗുരുക്ഷേത്രത്തിൽ സാമതൃപാദങ്ങളെ പൂജിക്കുന്നത് സ്വാമി നേരിട്ട് കണ്ട ചരിത്രം നോക്കൂ. അപ്പൊ ഇത് ഗുരു നേരിട്ട് കണ്ട കാര്യമാ. തീർന്നില്ല, അന്ന് അവിടെ കൂടിയിരുന്ന അത്രയും അമ്മമാർക്കും ശ്രീനാരായണ പരമഹംസ ഭഗവാൻ സാമതൃപാദങ്ങൾ നേരിട്ട് ഗുരുപൂജയുടെ പ്രസാദം കൊടുക്കുകയും ചെയ്തു. നമുക്കാർക്കോ ഭാഗ്യം ഉണ്ടായില്ല അങ്ങനെ ഗുരുവിന്റെ കയ്യിൽ നിന്നും ഗുരുപുഷ്പാഞ്ജലിയുടെ പ്രസാദം നേരിട്ട് വാങ്ങുവാൻ. പ്രിയപ്പെട്ട, ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്.
ഇതെല്ലാം ഉണ്ടായിട്ടാണ് മഹാഗുരുവിന്റെ ഉപാസനയെ, മഹാഗുരുവിന്റെ ആരാധനാ ചരിത്രത്തെ നാം ആ രീതിയിൽ മനസ്സിലാക്കാത്തത്. ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർക്കാവുന്ന മറ്റൊരു സ്ഥലം കൂടി ഞാൻ പറയാം. കോട്ടയത്തെ നാഗമ്പടം മഹാദേവ ക്ഷേത്ര സന്നിധി. സ്വാമിതൃപാദങ്ങൾ എപ്പോഴെല്ലാം നാഗമ്പടത്ത് വന്നാലും മഹാഗുരു ഇരിക്കുന്നത് ആ തേന്മാവിന്റെ ചുവട്ടിലായിരിക്കും. നിങ്ങളിന്ന് ആ കോട്ടയം വഴി വരുമ്പോൾ നാഗമ്പടത്ത് ഒന്ന് കയറണേ. എന്നിട്ട് നാഗമ്പടത്ത് തൊഴുത കഴിഞ്ഞിട്ട് നിങ്ങൾ ആ തേന്മാവിന്റെ ചുവട്ടി വരണം. അവിടെ ഒരു 5 മിനിറ്റ് നിൽക്കണം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഓർക്കണം. ഗുരു നാഗമ്പടത്ത് ഇരിക്കുമ്പോൾ ആ തേന്മാവിന്റെ ചുവട്ടിലാവും ഇരിക്കുക. സ്വാമി എപ്പോ ഇരുന്നാലും മീനച്ചിലാർ ഗുരുവിന്റെ പുറകിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഗുരു ആറിലേക്ക് നോക്കിയിരിക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് സ്വാമിക്ക് മാത്രമേ അറിയൂ. അതിനകത്തേക്ക് എന്തെങ്കിലും എനർജി ഫ്ലോയോ ഒക്കെ ഉണ്ടായിരിക്കും. കാരണം ഗുരു ഇതെല്ലാം വളരെ സയന്റിഫിക്കായി മാത്രം ചെയ്യുന്ന ഒരാളാണ്. മഹാഗുരുവിന്റെ പുറകിലാകും മീനച്ചിലാറ്. ഗുരു വടക്കോട്ട് നോക്കിയായിരിക്കും ഇരിക്കാറ്. എന്ന് പറഞ്ഞാൽ എറണാകുളം ഭാഗത്തോട്ട്. ഇപ്പോൾ മാതൃഭൂമിയുടെ കോട്ടയം ബ്യൂറോ ഒക്കെ ഉള്ള ചെമ്പരത്തിമൂട് എന്നൊക്കെ സ്ഥലത്തിന് പറയും. നാഗമ്പടം അമ്പലത്തിന്റെ ബാക്ക് എൻഡ് സൈഡാണത്. അവിടേക്ക് നോക്കിയാണ് സാമുദ്രപാദങ്ങൾ ഇരിക്കാറുള്ളത്. ഗുരു അവിടെ വരുമ്പോൾ അന്നത്തെ നാഗമ്പട ക്ഷേത്രത്തിന്റെ മേൽശാന്തി P.K. ഗോപാലൻ തന്ത്രി മഹാഗുരുവിന്റെ പാദങ്ങൾ ഒരു പീഠത്തിലേക്ക് എടുത്തു വെക്കും. ആ പീഠത്തിൽ വെള്ളി കൊണ്ടുള്ള ഒരു താലം ഉണ്ടാക്കും. ആ താലത്തിലേക്ക് ഗുരുവിന്റെ പാദങ്ങൾ എടുത്തു വെക്കും. മഹാഗുരുവിന്റെ പാദങ്ങൾ തീർത്ഥമൊഴിച്ച് കഴുകും. ജലം, ആ കഴുകി വരുന്ന ജലം തീർത്ഥമായി കുടിക്കുവാൻ ആളുകൾ ക്യൂ നിൽക്കുമായിരുന്നു നാഗമ്പടത്ത്. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഇതൊക്കെ ഉള്ള കാര്യങ്ങളാ. ഇതെല്ലാം ഉണ്ടായിട്ടാ ഈ പറയുന്നത് മഹാഗുരു ഇങ്ങനെ സമ്മതിക്കുമായിരുന്നോ? സാമുദ്രപാദങ്ങൾ ഇത്തരത്തിൽ ആരാധന സമ്മതിക്കുമായിരുന്നോ? ഗുരുവിന്റെ പാദങ്ങൾ കഴുകി വരുന്ന തീർത്ഥം കുടിക്കുവാൻ നാഗമ്പടത്തെ ആളുകൾ ക്യൂ നിൽക്കും. ഇതൊക്കെ ഇല്ലാത്ത ആളുകളൊന്നുമല്ല. P.K. ഗോപാലൻ തന്ത്രി അദ്ദേഹം എഴുതിയ ആത്മകഥയാണ് പൂർവ്വകാല സ്മരണകൾ. അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാ. ഈ P.K. ഗോപാലൻ തന്ത്രിയെ ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഗായകന്മാർ ജയവിജയന്മാരുടെ അച്ഛൻ. അതാണ് P.K. ഗോപാലൻ തന്ത്രി. ചെറുപ്പക്കാർക്ക് വേഗം മനസ്സിലാകും. നമ്മുടെ സ്വന്തം മനോജ് കെ ജയന്റെ മുത്തച്ഛൻ. മനോജ് കെ ജയന്റെ മുത്തച്ഛനാണ് P.K. ഗോപാലൻ തന്ത്രി. അദ്ദേഹം നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൽ മേൽശാന്തി ആയിരിക്കുമ്പോൾ മഹാഗുരുവിനെ പൂജിച്ച് ആരാധിച്ച ഒരു വലിയ ചരിത്രമാണ് പറഞ്ഞത്. അപ്പൊ മഹാഗുരു ആരാധനാമൂർത്തി തന്നെയാണ്. മഹാഗുരുവിന്റെ മുൻപിലെത്തി എന്തും പ്രാർത്ഥിക്കുന്നവർക്ക് എന്തും പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. ഗുരു തന്നെ പിണ്ടനന്ദിയിൽ പറയുന്നുണ്ട്, എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്ന് എടുത്തു ചൊല്ലേണമോ? അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ മഹാഗുരുവിന്റെ മുൻപിലെത്തി ഹൃദയം കൊണ്ട് ഗുരുവിനെ നമസ്കരിച്ചാൽ മതി. അത് ഹൃദയം കൊണ്ടാണെങ്കിൽ നിങ്ങളൊരു പുഷ്പമിട്ടാൽ, പ്രിയപ്പെട്ടവരെ, അത് ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിന്റെ അക്കൗണ്ടിലെ ഡെപ്പോസിറ്റ് ആണ്. നിങ്ങൾക്ക് അതിന്റെ ഫലം തിരിച്ച് കിട്ടിയിരിക്കും. ജീവിതം കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതെത്ര പറഞ്ഞു തന്നാലും, എത്ര പുസ്തകം വായിച്ചാലും, എത്ര ലേഖനം എഴുതിയാലും, എത്ര നമ്മൾ ഫിലിം ഷൂട്ട് ചെയ്ത് കാണിച്ചാലും ഒന്നും നാം ഉൾക്കൊള്ളുകയില്ല. മഹാഗുരു ജീവിതം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വലിയ അത്ഭുത ശക്തിയാണ്. നമ്മളുടെ സഹോദരനൈപ്പന്റെ ഭാഷ പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ആധ്യാത്മിക ഡൈനോമയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞേ. ഞങ്ങളെല്ലാവരുടെയും ആധ്യാത്മിക ഡൈനോമ. ശരിക്കും പറഞ്ഞാൽ അന്ന് ഡൈനോമ എന്ന് പറഞ്ഞത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പുതിയ സാധനമായതുകൊണ്ട് പറഞ്ഞതാ. നമുക്കിപ്പോ പറഞ്ഞാൽ നമുക്ക് മറ്റൊരു ഭാഷ പറയാം. നമ്മുടെ എല്ലാവരുടെയും ഒരു റീചാർജിങ് സ്റ്റേഷനാണ് ഗുരു.